തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് വഴി ഒരുപക്ഷെ മേലധികാരികൾക്ക് പോലും ഒരു ആശങ്ക ഉണ്ടാകുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ദുസ്സംശയങ്ങൾക്ക് പോലും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്ന വിധത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നത് വഴി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ നിശ്ചയിച്ച പോലെ നടക്കുവാൻ സാധിക്കുകയില്ലയോ എന്നൊരു ഉൾഭയമുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലതെല്ലാം എഴുതി വെച്ചും കൊണ്ടും സഹപ്രവർത്തകരും കീഴ് ജീവനക്കാരെയും ഏൽപ്പിച്ചും കൊണ്ട് എല്ലാം ഈ മാസത്തിൽ ശുഭപരിസമാപ്തിയിലെത്തിക്കുവാൻ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഉന്നത വിജയം കൈവരിക്കുവാനും പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി ഗവൺമെൻറ്റിൽ നിന്ന് പോലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് മാസത്തിലെ പൂർത്തീകരിക്കേണ്ടതുള്ളൂ എങ്കിൽ പോലും ഫെബ്രുവരി മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് വഴി ജോലി നഷ്ടപ്പെടുമോ എന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് മറ്റ് ജോലികളൊക്കെ അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുവെ കുടുംബത്തിലും തൊഴിൽ മേഖലകളിലും വളരെ സമാധാന അന്തരീക്ഷം സംജാതമാകുവാൻ അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് ഏറ്റെടുത്ത പല പദ്ധതികളുടെയും രൂപീകരണം, പൂർത്തീകരണം എന്നിവ അന്തിമ നിമിഷത്തിൽ എത്തിച്ചേരുകയും മാർച്ച് മാസത്തിലെ പൂർത്തീകരിക്കേണ്ടതുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ അന്തിമ രൂപരേഖ വന്നു ചേരുകയും അതിന് തക്കവണ്ണം എല്ലാ പ്രകാരത്തിലും ഒരു പൂർണ്ണതയിലെത്തിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആശ്വാസവും സമാധാനവും വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വല്പം ശമ്പളക്കുറവ് ഉണ്ടാകുമെങ്കിൽ പോലും പേര് കേട്ട സ്ഥാപനത്തിലേക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.